വാർത്തകൾ തുടർന്നു. KSRTCയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. സ്കൂളുകൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ പോലും ശമ്പളം ലഭിക്കാതെ വന്നതോടെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത്. ശമ്പളം ലഭിക്കാത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. സുനീഷ വിശദാംശങ്ങളുമായി. സുനീഷ, തൊഴിലാളികൾ സമരത്തിലേക്കാണോ? നികേഷ്, തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇനിയൊരു പ്രതിഷേധം സമരം എന്നത് തന്നെയാണ് സംഘടനകൾ ആലോചിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഇടപെട്ടു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകി, പുതിയ മന്ത്രി വന്നതിന് ശേഷം ഗതാഗത മന്ത്രി തന്നെ കൃത്യമായി 1-ാം തീയതിക്കകം ശമ്പളം നൽകുമെന്ന് ഉറപ്പും നൽകി. പക്ഷേ ഇതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് KSRTCയിലെ ശമ്പള പ്രതിസന്ധി. ഓരോ മാസവും ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ മാസവും ശമ്പള പ്രതിസന്ധി രൂക്ഷമായിരുന്നു. പിന്നാലെ തന്നെ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ ദിവസം കഴിയാറ്, അതായത് ഒരു മാസം പകുതിയാകാറാകുമ്പോൾ പോലും കൃത്യമായി ഈ പറഞ്ഞതുപോലെ ശമ്പളം ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധത്തിലേക്ക് പോവുക എന്നത് തന്നെയായിരിക്കും പ്രധാനമായും മുന്നോട്ടേക്ക് നടത്താൻ പോകുന്നത്. ഇപ്പോൾ നമ്മളോട് TDFിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ശമ്പളമാണോ ലഭിക്കുന്നത്? കഴിഞ്ഞ മാസ ശമ്പളമാണ് ഇതുവരെയും, ഇന്ന് 7-ാം തീയതി ആദ്യമായിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം കൃത്യമായി 5-ാം തീയതിക്ക് മുമ്പ് 1-ാം തീയതിയോടുകൂടി തന്നെ ശമ്പളം തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ച് ആ മീറ്റിങ്ങിൽ അദ്ദേഹം അത്തരത്തിലൊരു ഉറപ്പ് തന്നതാണ്. ഞങ്ങൾ ശമ്പളത്തിനും അതുപോലെ തന്നെ KSRTCക്ക് വണ്ടി വാങ്ങണം, KSRTC തൊഴിലാളികളെ ശമ്പളം കൃത്യമായി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മന്ത്രിയുടെ സമയത്ത് ഒരുപാട് സമരങ്ങൾ നടത്തിയാണ്. പക്ഷെ ഞങ്ങൾ ആ സമരം നിർത്തിവെച്ച് കഴിഞ്ഞാൽ മന്ത്രിയുടെ ഈ ഉറപ്പാണ്. ഈ സ്കൂൾ തുറക്കുന്ന ഈ മാസം ഞങ്ങൾക്ക് ആ മാസം ആദ്യം തന്നെ ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് ഒറ്റ ഗഡുവായിട്ട് ശമ്പളം തരണമെന്ന് മന്ത്രിക്കും MDക്കും ഒക്കെ ഞങ്ങൾ കത്ത് കൊടുത്തതാണ്. പക്ഷേ അതിന് ഇതുവരെയും അതിൻ്റെ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ശമ്പളം ഇതുവരെയും കിട്ടിയില്ല. സ്കൂൾ തുറക്കുന്ന ഈ മാസമാണ്, അറിയാം, നിങ്ങളൊക്കെ അറിയാം ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും മന്ത്രിയും മാനേജ്മെൻറ്റും ഒക്കെ ഞങ്ങളെ വീണ്ടും സമരം ചെയ്ത് വീണ്ടും ശമ്പളം വാങ്ങാനുള്ള ഒരു സാഹചര്യമാണ് KSRTCയിൽ വീണ്ടും വരുന്ന. മന്ത്രി വന്ന ആ ഒരു ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ശമ്പളം മന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു KSRTC തൊഴിലാളികളുടെ ശമ്പളം 2 ഗഡുവായിട്ട് പിടിക്കുന്നതും അത് ബാങ്കുകാർ കൊണ്ടുപോകുന്നതിനെയൊക്കെ പറ്റി വളരെ കാര്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിലേക്ക് ഒരു സമീപനം ഇതുവരെയും മന്ത്രിയുടെ ഭാഗത്തുനിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളിങ്ങനെ ശമ്പളത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കണം. ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയില്ല. സ്കൂൾ തുറക്കുന്ന മാസം പ്രത്യേകിച്ചും പിള്ളേരെ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കഷ്ടപ്പാടാണ്. സ്കൂൾ തുറക്കുന്ന ഈ മാസം പോലും സമയബന്ധിതമായി ശമ്പളം 5-ാം തീയതിക്ക് മുമ്പെങ്കിലും തരണം എന്നുള്ളതായിരുന്നു. ഒറ്റ ഗഡുവായിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആദ്യത്തെ ഗഡു പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ശമ്പള പ്രതിസന്ധി ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം എന്താണ്? എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? സർക്കാർ കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ല എന്നാണ്. പക്ഷേ ആദ്യത്തെ ഗഡു മാനേജ്മെൻറ്റ് കൊടുക്കണമെന്നും 2-ാമത്തെ ഗഡു സർക്കാർ കൊടുക്കാമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്കതല്ല, ഞങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഏകദേശം 230-240 കോടി രൂപ ടിക്കറ്റ് വരുമാനം മാത്രമുണ്ട്. അല്ലാതെ ടിക്കറ്റ് ഇതര വരുമാനമെല്ലാം കൂടെ ഏകദേശം 280-85 കോടി രൂപ കളക്ഷനുണ്ട്. പക്ഷെ അത് സർക്കാരിൻ്റെ പൈസ കിട്ടണോ കിട്ടണ്ടേ എന്നുള്ള, ഞങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സമരം ചെയ്ത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ പോക്ക്. ഞങ്ങൾ പറയുന്ന ഈ കളക്ഷൻ വരുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങളുടെ ശമ്പളം തരണം. ഇല്ലാതാണല്ലോ, ജോലി ചെയ്യുന്നതിനുമല്ല ആദ്യം കൂലി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ശമ്പളം തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷെ അത് ഇതുവരെയും നടപ്പിലാകുന്ന, മന്ത്രിയും ഇങ്ങനെ ഒരു ഉറപ്പൊക്കെ തന്നിട്ടും അത് പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയുള്ളൂ ഞങ്ങളുടെ വഴി. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ കൂടി ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു നീക്കിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ മാസവും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം BMS എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു മാർച്ചിലേക്കോ പ്രതിഷേധത്തിലേക്കോ കടക്കുന്നു? ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചീഫ് ഓഫീസിൽ ഞങ്ങൾ സമരം നടത്തിയാണ്. ഞങ്ങളില്ലേ, മന്ത്രി വന്ന് പറഞ്ഞ ആ വാക്ക് 1-ാം തീയതിയോട് കൂടി ശമ്പളം തരാമെന്ന് പറഞ്ഞ ആ വാക്കിനെ, മന്ത്രിയുടെ വാക്കിനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഒരു സമരത്തിലേക്ക് പോകാത്തത്. ഞങ്ങളിനി അങ്ങനെ പോയേ പറ്റും. കഴിഞ്ഞ മാസമൊന്നുമല്ല, ഈ തുടർച്ചയായി എല്ലാ മാസവും ശമ്പളത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. 1-ാം തീയതി 5-ാം തീയതിക്ക് മുമ്പ് തരാം, ആദ്യത്തെ ഗഡു തരാമെന്ന് പറഞ്ഞത് 15-ാം തീയതി ആവുകയും 15-ാം തീയതി 2-ാമത്തെ ഗഡു തരേണ്ടത് ആ 2-ാമത്തെ ഗഡു 30-ാം തീയതി വരെ പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് PF മറ്റ് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ചോദിച്ചാൽ ശമ്പളം തരട്ടെ എന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ 1-ാം തീയതി ശമ്പളം കൊടുത്തില്ലെങ്കിൽ 15-ാം തീയതിക്ക് ഇടയിൽ നമുക്ക് PFO മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഇത് ആദ്യത്തെ ഗഡു 15-ാം തീയതിയും 15-ാം തീയതി ആദ്യം കൊടുത്തിട്ട് 30-ാം തീയതി ഒരു 2-ാമത്തെ ഗഡുവിനും കാത്തിരിക്കുമ്പോൾ മറ്റു ഒരു ആനുകൂല്യങ്ങളും ഇത് തന്ത്രപൂർവ്വമായി തൊഴിലാളികളെ അല്ലെങ്കിൽ KSRTCക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണത്.
മറ്റൊരു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതല്ല. 15-ാം തീയതി ആദ്യം കൊടുക്കും, 30-ാം തീയതി രണ്ടാമത്തെ കൊടുക്കും. അപ്പം മറ്റ് ആനുകൂല്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. DA ചോദിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ PF ചോദിക്കാൻ പറ്റുന്നില്ല, ഒരു ആനുകൂല്യം ചോദിക്കാൻ പറ്റുന്നില്ല. വളരെ ഗതികേടാണ്. അടച്ച പൈസ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പോലും തിരിച്ചു തരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വീണ്ടും മന്ത്രിയെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം അവർ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിലേക്ക് ഇറങ്ങേണ്ടി വരും. തൊഴിലാളികൾ അത്ര ഗതികേടാണ്. നിങ്ങൾക്കറിയാം, സ്കൂൾ തുറക്കുമ്പോൾ ഈ സമയത്ത് പുസ്തകവും ബുക്കും യൂണിഫോം ആ ഗതികേടെങ്കിലും മനസ്സിലാക്കണ്ടേ സർക്കാർ മാനേജ്മെൻറ്റ്? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ. നികേഷ്, ഇതാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറഞ്ഞതുപോലെ മന്ത്രി KV ഗണേഷ് കുമാർ ചുമതലയേറ്റപ്പോൾ നൽകിയൊരു വാക്കുണ്ടായിരുന്നു. അത് 1-ാം തീയതി ആകുമ്പോഴേക്കും മുഴുവൻ ഗഡുക്കളായല്ല മുഴുവൻ രീതിയിലും ശമ്പളം നൽകുമെന്നതായിരുന്നു. പക്ഷേ അതുപോലും പാലിക്കപ്പെടുന്നില്ല. ഇവർ പറയുന്നത് കഴിഞ്ഞ മാസമൊക്കെ തന്നെയും പ്രതിഷേധം 15-ാം തീയതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇവരൊരു പ്രതിഷേധത്തിലേക്ക് പോലും ഇറങ്ങിയിരുന്നത്. പക്ഷേ ഈ മാസം ജൂൺ മാസമെങ്കിലും കൃത്യമായി പണം വേണ്ടതുണ്ട്. കാരണം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചിലവുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഒരു 7-ാം തീയതി 5-ാം തീയതിക്ക് മുന്നേയെങ്കിലും ശമ്പളം നൽകുക എന്നൊരു ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ്. നിലവിൽ 7-ാം തീയതി ആയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ പോലും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ KSRTC മന്ത്രിയുമായൊക്കെ തന്നെയും ബന്ധപ്പെട്ടപ്പോഴും പറയുന്നത്. കൃത്യമായി സർക്കാരിലേക്ക് ഫയൽ നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പണം ലഭിച്ചിട്ടില്ല. പണം ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശമ്പളം നൽകുമെന്നതാണ് നൽകുന്ന ഉറപ്പ്. പക്ഷേ ഇവർ പറയുന്നത് നേരത്തെ തന്നെ KSRTCയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അത് കൂടുതലാണ്, വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് KSRTC എന്ന് പലപ്പോഴും പറയുമ്പോഴും എന്തുകൊണ്ട് ആ പണമെങ്കിലും ഉപയോഗിച്ചുകൂടാ? അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഭാഗത്ത് KSRTCക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് എന്തുകൊണ്ട് ശമ്പളം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനമായും ഇവർ ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം ശക്തമാക്കുക എന്നത് തന്നെയാണ് KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇനിയുള്ള വഴി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഒരുപക്ഷെ BMSന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ TDFന്റെ നേതൃത്വത്തിൽ KSRTC ചീഫ് ഓഫീസിന് മുന്നിലേക്കും മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ, ഇനി അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ശമ്പളം ലഭിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ അറിയിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുവരെ ഈ ധനവകുപ്പിൽ നിന്നും പണം ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ദിവസം ശമ്പളം നൽകുമെന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് പോകാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. നികേഷ്.